ഹായ് ഫ്രണ്ട്സ്, ഗാലക്സി ടെക്ട്രാന്റെ മറ്റൊരു വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചക്കയുടെ സീസണൊക്കെ നമുക്ക് നടക്കുകയാണല്ലോ. ചക്കയുടെ സീസണാണല്ലോ മൊത്തത്തിൽ ഇപ്പോൾ. അപ്പൊ എല്ലാവർക്കും ചക്കകളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ചെറുതായിട്ട് ഒരു ചക്ക വിഭവമായിട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യമായിട്ടൊരു ചക്കയുടെ ഒരു സ്പെഷ്യൽ ചക്കയുടെ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ചക്ക ഏകദേശം 1-2 വിധമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കൂഴിച്ചക്കയാണ്. അപ്പൊ ഇത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചു. ഇതിനകത്ത് കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് എളുപ്പത്തില് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. അപ്പൊ ഞാൻ ഈ ചക്കയുടെ കുരുവെല്ലാം കളഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയ മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. തേങ്ങ വേണം. ഇത് 1 മുറി തേങ്ങയാണ്. പിന്നെ കുറച്ച് ഉണ്ട ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. ഇത് അരിപ്പൊടി, ഇത് അപ്പപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ചെറിയ സ്ലൈസായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഏലക്ക പൊടിച്ചത്, ഇത് ജീരകം പൊടിച്ചത്. നമുക്ക് എന്ത് മധുരസാധനങ്ങൾ ഉണ്ടാക്കിയാലും കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉപ്പ്, പിന്നെ നമുക്ക് അടയുണ്ടാക്കാനുള്ള വാഴയില. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായത്. നമുക്ക് നേരെ അടുത്ത ആഴ്ച ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലേക്ക് ഇടുന്ന അരച്ചുകൊണ്ട് വരാം. നമുക്ക് ചക്കപ്പഴം നമ്മൾ അരച്ചിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അരിപ്പൊടി നമ്മുടെ അപ്പപ്പൊടിയാണ്. നമുക്കിനിയിപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ നെയ്യുടെ കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയിരുന്നു. അപ്പോൾ നമുക്ക് ആ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നമുക്കൊരു 1 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞ് നമുക്കപ്പോൾ തന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ നെയ്യൊന്ന് ചൂടായി നമുക്കിനിയിപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഒരു ബ്രൗൺ നിറം ആവുന്നോളം വരെ ഇളക്കാം. നമുക്ക് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി അടുത്തത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ അരിപ്പൊടി ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് ചക്ക വേണം അരിപ്പൊടിയെക്കാട്ട് ഒരു ഇത്തിരി കൂടുതലായിട്ട് നിൽക്കാനായിട്ട്. നമുക്ക് അരിപ്പൊടി മൊത്തം എടുത്തിട്ട് കൊടുത്തു. നമുക്ക് അടുത്തത് നമുക്കിനിയിപ്പം ചക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്ത ചക്കയാണ്. നമുക്കിത് വരട്ടിയെടുക്കുന്നതുകൊണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. ചക്കയും അരിപ്പൊടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൽ വേറെ വെള്ളമോ കാര്യമോ ഒന്നും ചേർക്കേണ്ട. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചീകി വെച്ചിരിക്കുന്ന ശർക്കര, അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. നമുക്ക് ചക്കപ്പഴത്തിന് മധുരം കൂടുതലാണെങ്കിൽ ശർക്കര കുറച്ചിട്ടാൽ മതി. അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വളരെ നന്നായിട്ടൊന്ന് ഉടച്ച്, അതായത് ശർക്കര പാനിയല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശർക്കര ചീകിയത് എല്ലാം കൂടി ഇതിലൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നന്നായിട്ട് തവിയുടെ ഇതുകൊണ്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൊന്ന് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഒരിത്തിരി ജീരകപ്പൊടി ഇടുന്നുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളം ചക്ക എടുക്കുന്നത് കൊള്ളാം, ഒരുപാട് വെള്ളം ആവുന്ന രീതിയിലേക്ക് ആവരുത്. നമുക്ക് ഏകദേശം ഒരു തിക്നെസ്സായിട്ട് കിട്ടും. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് ഇലയിലേക്ക് എടുക്കാം. ആദ്യം കൈ ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാവെടുത്ത് ഇലയിലേക്കിട്ട് നന്നായിട്ട് കട്ടി കുറച്ച് പരത്തി എടുക്കുക. ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. നേരെ ഇഡ്ഡലിക്കുട്ടത്തിലേക്ക് വെക്കാം. നന്നായിട്ട് ആയി വന്നിരിക്കുന്നത് നേരെ നമുക്ക് ഇങ്ങോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള ഇലകളിലൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം. നമ്മുടെ അട ഇവിടെ വെന്തിട്ടുണ്ടാവും. സമയമൊക്കെ ആയി നമുക്ക് നോക്കാം. അവിടെ വെന്തോന്ന് നോക്കുന്നതിന് ചോദിച്ചാല് ഈ മാവ് ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ടുവരും. ഇത് വെന്തിട്ടുണ്ട്. ഇതാണ് അട വേവുന്നതിന്റെ പാകം. അപ്പൊ നമുക്ക് നേരെ വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം.
അങ്ങനെ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഇതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. ദാണ്ടിതേ നല്ല ചൂടുള്ള ചക്കയുടെ റെഡി. എല്ലാരും ഇതേപോലെ തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. എന്നാലാണ് ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. പിന്നെ എല്ലാ വീഡിയോകളും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇതേപോലെ വെറൈറ്റിയായ നല്ല നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.